തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി.വി. അൻവറിന്റെ വസതിയിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും 14 മണിക്കൂറാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഈ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയെന്നാണ് ഇ.ഡി. ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഡ്രൈവറുടെയും ബന്ധുവിന്റെയും കമ്പനിയുടെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചു എന്നൊക്കെ ഇ.ഡി. ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ ഇ.ഡിയെ ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനുവേണ്ടിയായിരുന്നു ഈ ഒരു പരിശോധന, എന്തൊക്കെ കാര്യങ്ങൾ ഇ.ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നൊക്കെ ജംഷീർ കുടങ്ങി പങ്കുവയ്ക്കും. പി.വി. അൻവറിനെതിരെ ഇ.ഡി. അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് ഇതിന്റെ സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇ.ഡി. ഈ അന്വേഷണത്തിലേക്ക് നയിച്ചത് എന്ന സംഭവമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2015 കൃത്യമായി പറഞ്ഞാൽ 23/9/2015 പി.വി. അൻവർ KFCയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. 2 തവണകളിലായി ലോൺ എടുത്തു എന്നുള്ളതാണ്. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23/9/2015 മാലാംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 7.5 കോടി രൂപ KFCയിൽ നിന്ന് കടമെടുത്തു. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം, അതേ വർഷം തന്നെ 3 മാസങ്ങൾക്ക് ശേഷം PVR ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ 5 കോടി രൂപയും കടം എടുത്തു, അല്ലെങ്കിൽ വായ്പ എടുത്തു എന്നുള്ളതാണ് പരാതി. ഈ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഈട് നൽകാതെ ഉദ്യോഗസ്ഥരുമായി ഒത്താശ ചെയ്തുകൊണ്ട് ആണ് ഈ ലോൺ തരപ്പെടുത്തിയത് എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. മാത്രമല്ല ഇതിലെ തിരിച്ചടവ് മുടങ്ങുകയും അത് വലിയ തരത്തിലുള്ള സംഖ്യയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നേരത്തെ കേസെടുത്ത് അന്വേഷണം നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. 2025 ജൂലൈ 29 ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുത്തിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തെ KFC ശാഖയിൽ ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. പി.വി. അൻവറിന്റെ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പി.വി. അൻവറിന്റെ മഞ്ചേരിയിലെ പാർക്കിൽ ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതേ കേസിൽ തന്നെ ഇ.ഡിയും അന്വേഷണവുമായി വരുന്നത്. കഴിഞ്ഞ ദിവസം പി.വി. അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും സഹായിയായ സിഹാദിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇ.ഡി പരിശോധന നടത്തി. മാത്രമല്ല KFC ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ഉൾപ്പെടെ, അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ഉൾപ്പെടെ ഇ.ഡി പരിശോധന നടത്തിയിരുന്നു. നീണ്ട മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി 9:30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ അതിനുശേഷം ഇന്ന് രാവിലെ പി.വി. അൻവർ മാധ്യമങ്ങളെ കാണുകയും ഈ KFCയിൽ നിന്നെടുത്ത ലോണുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡി അന്വേഷണം നടത്തിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട് താൻ അവരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെന്നും ചില രേഖകൾ കൂടി തന്നോട് ഇ.ഡിക്ക് മുൻപിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂടി പി.വി. അൻവർ പറഞ്ഞിരുന്നു. മാത്രമല്ല താൻ ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണമൊന്നുമില്ല, താൻ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിന് പിന്നിൽ നിന്ന് പി.വി. അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇ.ഡി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. അതിൽ പി.വി. അൻവറിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 15 കോടി കൃത്യമായ ഇടവേള ഇല്ലാതെ ഈ 15 കോടി രൂപ എങ്ങനെ കുറഞ്ഞ കാലയളവിൽ എങ്ങനെ പി.വി. അൻവറിന് നൽകി എന്നുള്ളതും, മാത്രമല്ല ഈ ലഭിച്ച വായ്പ എന്തിനാണോ വാങ്ങിയത് അതിന് അല്ലാതെ വകമാറ്റി ചിലവഴിച്ചു. ഈ കമ്പനിയുടെ ഓഹരി ഉടമകൾ എന്ന് പറയുന്നത് ബിനാമികളാണ് എന്നുള്ളത് ഇ.ഡി കണ്ടെത്തി എന്നുള്ളതാണ്. ഓഹരി ഉടമകൾ ബിനാമികളാണെന്ന് സംശയമുണ്ട്. മാത്രമല്ല ഈ മഞ്ചേരിയിലെ മെട്രോ വില്ലേജിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി, അനുമതിയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടെത്തി. മാത്രമല്ല ഈ KFCയിൽ ലോൺ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ഈട് നൽകിയ വസ്തുക്കളെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തിയില്ല, അതിന്റെ മൂല്യനിർണ്ണയം നടത്തിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ അൻവറിന്റെ ബിനാമികളുടേതെന്ന് കരുതുന്ന 15 അക്കൗണ്ടുകളും ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇ.ഡി ചൂണ്ടിക്കാണിക്കുന്നത് 2016 14.38 കോടിയായിരുന്ന ആസ്തി, പി.വി. അൻവറിന്റെ ആസ്തി 2021 വരുമ്പോൾ അത് 64.14 കോടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ വർദ്ധിച്ചു എന്നതിനെ സംബന്ധിച്ച് പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഉത്തരം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും രാവിലെ പി.വി. അൻവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരങ്ങൾ താൻ നൽകി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇ.ഡിയുടെ ഈ വാർത്താക്കുറിപ്പിൽ ചില ചോദ്യങ്ങൾക്ക്
കൃത്യമായി പി വി അൻവർ ഉത്തരം നൽകിയില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ ഇ.ഡി. പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പന കരാറുകൾ, സാമ്പത്തിക രേഖകൾ, ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുകൂടി ഇ.ഡി. പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പി വി അൻവറിനോട് ചില രേഖകൾ കൂടി, നിർണായകമായ ചില രേഖകൾ കൂടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇ.ഡിയുടെ ഈ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു കുരുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അൻവറിന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ പി വി അൻവറിന്റെ ഈ കയ്യിലുള്ള ഈ കൂടുതൽ രേഖകൾ കൂടി കിട്ടിയതിനു ശേഷം ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് ഇ.ഡി. നീങ്ങുമെന്ന് തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ ജംഷീർ കൊടിഞ്ഞിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടീ കോഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.